എന്താണെങ്കിലും ദേശീയ പണിമുടക്ക് ഹർത്താലായി മാറിയെന്നാണ് നിജിൽ കെ മാത്യു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തോട്ടം മേഖലയിലൊക്കെ തൊഴിലാളികൾ എത്തിയില്ല. അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെ പണിമുടക്ക് ബാധിച്ചു. സ്വകാര്യ ബസ്സുകളെ KSRTC ബസ്സുകളൊന്നും നിരത്തിലിറങ്ങിയില്ല എന്ന് തന്നെയാണ് നിജിൽ കെ മാത്യുവിന്റെ റിപ്പോർട്ട്. എന്നാലും ഹർത്താൽ ദിനത്തില് തൊഴിലാളികൾ പണിമുടക്കിയപ്പോൾ ആഹ്വാനം ചെയ്ത നേതാക്കളൊക്കെ തന്നെ അവരുടെ സ്വന്തം പണികളൊക്കെ നടത്തിയെന്ന വാർത്തകളൊക്കെ ഉണ്ട്. അതിലേക്കൊക്കെ വരാം. അതിനുമുമ്പ് മറ്റു വാർത്തകളിലേക്ക് പോകാം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അലംഭാവം പ്രതിഷേധാർഹമാണെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി. സ്വകാര്യ അന്യായത്തിലൂടെ സുപ്രീം കോടതിയിൽ നിന്നും കേരളത്തിന് അനുകൂലമായ ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും പ്രയോജനപ്പെടുത്തുവാൻ സർക്കാരിന് കഴിഞ്ഞില്ല. സൂപ്പർവൈസറി കമ്മിറ്റിയിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയുന്നതിലും കാലതാമസമില്ലാതെ കേരളത്തിന്റെ പരാതികൾ ബോധിപ്പിക്കുന്നതിലും വീഴ്ച ഉണ്ടായതായും സമരസമിതി പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഡോക്ടർ ജോ ജോസഫ് ഫയൽ ചെയ്ത സ്വകാര്യ അന്യായത്തിലൂടെ 2022 സുപ്രീം കോടതി വിധിയിൽ അന്തർദേശീയ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ സംയുക്ത ഡാം സുരക്ഷാ പരിശോധന നടത്തുവാൻ നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യത്തിലെ പുരോഗതി സർക്കാർ ജനങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കണം. ഇത് ഗൗരവമേറിയ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയ ഈ വിഷയത്തെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുവാനും അടുത്തു തന്നെ ഉണ്ടാകുവാൻ പോകുന്ന ഇപ്പൊ തന്നെ പൊതു തെരഞ്ഞെടുപ്പിനെ നമുക്ക് ആസന്നമായി കഴിഞ്ഞു, കേരളത്തിലും തമിഴ്നാട്ടിലും. അപ്പൊ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ട ഫെഡറൽ ഗവൺമെന്റുകൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടുകൾ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ സ്വീകരിക്കണമെന്നുള്ള ഒരു അഭിപ്രായവും അതുമായി ബന്ധപ്പെട്ടുള്ള ചില നിർദ്ദേശം കേരളത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമായി റിപ്പോർട്ട് നൽകിയ ജസ്റ്റിസ് KV തോമസിനെ അംഗീകരിക്കുകയും അനുകൂല വിധി നേടുത്തുന്നവരെ തള്ളിക്കളയുകയും ചെയ്യുന്നത് ഖേദകരമാണ്. മരം മുറിക്കുവാനും ബേബി ഡാം ബലപ്പെടുത്തുവാനുമുള്ള വിധികൾ തമിഴ്നാട് നേടിക്കഴിഞ്ഞു. കേരളം അലംഭാവം കാട്ടുമ്പോൾ 152 അടി ജലനിരപ്പ് എന്ന പ്രഖ്യാപിത നിലപാടിലേക്ക് തമിഴ്നാട് കടന്നു കയറും. 2025 ഡിസംബർ നടത്തിയ റിമോട്ട് സെൻസറിംഗ് വെഹിക്കിൾ പരിശോധനാ റിപ്പോർട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ജാഥകൾ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ മുല്ലപ്പെരിയാർ വിഷയത്തിലെ തുടർ നിലപാട് വ്യക്തമാക്കണം. പൊതു തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ പ്രകടന പത്രികയിലും ഇക്കാര്യം വ്യക്തമാക്കണമെന്ന് സമരസമിതി പറഞ്ഞു. ഡാമിനെ 152 അടിയിലേക്ക് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇത്. അതായത് ഇനിയും ഇപ്പം അവർക്ക് സുപ്രീം കോടതി കിട്ടിയേക്കുന്ന വിധി അനുസരിച്ച് അത് പ്രവർത്തി ചെയ്തു കഴിഞ്ഞാൽ ഡാം കൊണ്ട് തുളുമ്പി നിർത്തും. ഇപ്പൊ തന്നെ അപകടത്തിലാണ്. ഇത് തുളുമ്പി നിർത്തിയാൽ ചെറിയ മഴ പെയ്താൽ പോലും. സംസ്ഥാന ബഡ്ജറ്റിൽ മുല്ലപ്പെരിയാർ ഡാം പരാമർശമില്ലാത്തതിലും മറുപടി നൽകണം. പെരിയാറ്റിൽ അടിഞ്ഞുകൂടിയ മാലിന്യം മഴക്കാലത്തിന് മുമ്പ് നീക്കി നീരൊഴുക്ക് സുഗമമാക്കണം. ഈ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിനും കേന്ദ്ര ജലമന്ത്രാലയത്തിനും പരാതി നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ പ്രകടന പത്രികയില് മുല്ലപ്പെരിയാർ വിഷയത്തില് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് ഞങ്ങള് വാർത്താ സമ്മേളനത്തിൽ മുഖ്യ രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പേൽ, ചെയർമാൻ ഷാജി പി ജോസഫ്, സുപ്രീം കോടതി പെറ്റീഷണർ ഡോക്ടർ ജോ ജോസഫ്, ജനറൽ കൺവീനർ സിബി ജോസഫ്, റോജി സലീം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.